അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിഖ്ഹ് ടിപ്സ് 5. പലരും ചോദിക്കുന്ന ഒന്നാണ്, ഭാര്യയെ തൊട്ടാൽ ഉളൂഹ് മുറിയുമോ? എന്താണ് കാരണം? നമുക്ക് പരിശോധിക്കാം. ഷാഫി മദ്ഹബ് പ്രകാരം ഭാര്യയെ തൊട്ടാൽ, സ്ത്രീകളെ തൊട്ടാൽ ഉളൂഹ് മുറിയുന്നതാണ്. അതിന് കാരണമായിട്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ നിസായിലെ 43-ാമത്തെ ആയത്തും സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ ആയത്തിലുമുള്ള ഔ ലാമസ്തുമുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ എന്ന ആയത്താകുന്നു. സ്ത്രീകളെ സ്പർശിച്ചാൽ ഉളൂഹ് മുറിയാനുള്ള കാരണമായിട്ട് ഫുഖഹാക്കൾ കാരണം പറഞ്ഞിട്ടുള്ളത് ഷഹ്വത്തിന് അഥവാ വികാരത്തിന് സാധ്യത ഉണ്ട് എന്നതാകുന്നു. അപ്പോൾ ഒരു സ്ത്രീ പുരുഷനെ സ്പർശിക്കുമ്പോൾ തൊലി തമ്മിൽ ചേരുന്ന സമയത്ത് വികാരമുണ്ടാകാം എന്ന ആ സാധ്യത വെച്ചുകൊണ്ടാണ് ഉളൂഹ് മുറിയുമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഭാര്യയെ തൊടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വികാരമുണ്ടാകാനുള്ള സാധ്യത. കാരണം അവനെപ്പോഴും അങ്ങനെ പെരുമാറുന്നത് കൊണ്ട്, ഭാര്യയുമായിട്ട് സല്ലപിക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയെ തൊട്ടാൽ വികാരമുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഭാര്യയെ തൊട്ടാൽ ഉളൂഹ് മുറിയുമെന്ന് പറയാനുള്ള കാരണം. എന്നാൽ ഹനഫി മദ്ഹബ് അനുസരിച്ചും മാലിക്കി മദ്ഹബ് അനുസരിച്ചും സ്ത്രീകളെ തൊട്ടാൽ ഉളൂഹ് മുറിയില്ല. അതിനുള്ള കാരണം അവർ ലാമസ എന്നതിന് അർത്ഥം വെക്കുന്നത് പരസ്പരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലെന്നാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉളൂഹ് മുറിയുകയുള്ളൂ എന്നാണ് അവരുടെ അഭിപ്രായം. എന്നാൽ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അതിനെ റദ്ദ് ചെയ്യുന്നത് ലമസ എന്നതിൻ്റെ അർത്ഥത്തിനാണ്. കാരണം പല ഖുറാഇങ്ങളും ലമസ എന്ന ഓതിയിട്ടുണ്ട്, ഖിറാഅത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ലമസ തൊടുക എന്ന അർത്ഥത്തിനാണ് എന്നതാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭാര്യയെ തൊട്ടാൽ, അതുപോലെ സ്ത്രീകളെ തൊട്ടാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉളൂഹ് മുറിയുന്നതാണ്. ഇത്തരം